ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള വീറ്റ് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഇത് ഓവനും മോൾഡും ഒന്നും ഇല്ലാണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ആദ്യം ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പിൽ 1/4 കപ്പ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേന് ഞാൻ ചേർത്ത് കൊടുത്തിന്. നിങ്ങൾക്ക് തേനിൻ്റെ പകരം പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് ഈ തേന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ ഒരളവിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇപ്പം 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പം പകുതി ഗോതമ്പ് മാവും പകുതി മൈദ മാവും വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റ്. സാധാരണ നമ്മൾ നോർമലി വീറ്റ് ബ്രെഡ് പുറത്തുനിന്ന് വാങ്ങൂലേ, ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഫുള്ളായിട്ട് ഗോതമ്പ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഹാഫ് ഗോതമ്പ് ആൻഡ് മൈദ അങ്ങനെ ആക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി നിങ്ങൾക്ക് ചേർക്കാണ്ട് ഒഴിവാക്കുക, പക്ഷെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം ഇതിന് എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് കുഴച്ചെടുക്കുമ്പം കുറച്ച് നല്ല ലൂസായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയാണ് ഈ ബ്രെഡ് വേണ്ടത്. ആ ഒരു ചെറിയൊരു ലൂസിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ നല്ല ഹാർഡായിട്ട് അങ്ങ് കുഴച്ചെടുക്കരുത്. ഒരുപാട് കയ്യിലൊട്ടി പിടിക്കുന്നെങ്കിൽ മാത്രം എക്സ്ട്രാ 1-2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർക്കുക. ഒരുപാട് ചേർത്തിട്ട് കട്ടിയായിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ഒരുപാട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കേണ്ടതൊന്നും വരില്ല, വേഗം തന്നെ നമുക്ക് മിക്സാക്കി കിട്ടും. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ ഒരുപാട് ഇട്ട് പ്രസ്സാക്കിയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഏകദേശം കുഴച്ച് കഴിഞ്ഞപ്പം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് കുറഞ്ഞത് 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇത് പൊങ്ങാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് 2 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി കിട്ടിയതിന് ഡബിൾ സൈസായിട്ട് വന്നതിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു പരത്തുന്ന പലകയിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല ഞാൻ എത്രത്തോളം കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് കുഴച്ചെടുത്തിരിക്കുന്നതെന്ന്. ഈ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ. ഇനി പരത്തുന്ന പലകയിലോട്ട് ഇട്ടിട്ട് നമുക്ക് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇത് മോൾഡൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. മോൾഡൊന്നും ഇല്ലാണ്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കിത് റോൾ ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 2 അറ്റത്ത്, അതായത് 2 സൈഡിൽ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, ഇത് 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് ഒരറ്റത്തു നിന്ന് ആ എൻഡ് വരെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല അടിപൊളി ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതേപോലെ. ഇനി ഇത് കുറഞ്ഞത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ഇത് അടച്ചു വെക്കാം. കുറച്ച് ടൈം ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. അതിലേക്ക് ഒട്ടിപ്പിടിച്ച് പോകും ഇത് ബേക്കായിട്ട് വരുമ്പം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റിന് ശേഷം എടുത്തപ്പം നമ്മൾ ബ്രെഡിൻ്റെ ഡോ കുറച്ചും കൂടി പൊങ്ങി വന്നിനി. ഇനി നമ്മൾ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തിലും കുറച്ച് കളർ ഉണ്ടാവില്ല, ചെറിയൊരു ബ്രൗൺ കളർ, അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് മേൽഭാഗത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് മുകൾ ഭാഗത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് എള്ള് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് വൈറ്റും ബ്ലാക്കും മിക്സ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ആ പാല് ബ്രഷ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കണ്ട, കാരണം നമ്മൾ ഓവനില്ലാണ്ടും ബേക്ക് ചെയ്തിട്ടെടുക്കുമ്പോൾ മുകൾ ഭാഗത്ത്
കുറച്ച് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് വെക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിന്. നിങ്ങൾ ഇതേപോലെ അടി കട്ടിയുള്ള പാത്രമല്ല എടുക്കുന്നത്, അലൂമിനിയം എടുക്കുന്നെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഉപ്പിട്ട ശേഷം നിങ്ങൾ ഇതേപോലെ തട്ടിറക്കി വെച്ചിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 35 to 40 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച ശേഷം നമുക്ക് ഇതേപോലെ ബേക്കാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുത്താൽ മതി. നമ്മൾ ഓവൺ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ കളർ ചേഞ്ച് ആയിട്ട് കിട്ടും. ഇനി ഇത് ഞാൻ ട്രേന് പുറത്തെടുത്ത് വെച്ച ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ മുകൾഭാഗത്ത് ആ ചൂടോട് കൂടി തടവി കൊടുക്കുമ്പം ബ്രെഡിൻ്റെ മുകൾ ഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാനിപ്പം ചൂടോട് കൂടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് പൊടിഞ്ഞു പോകുന്നുണ്ട് ഞാൻ ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യുമ്പം. ഇത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഈ റെസിപ്പി കണ്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്യുന്ന ടൈം 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് വെച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾക്ക് കുക്കിംഗ് ടൈം നോക്കിയിട്ട് ബ്രെഡൊക്കെ കുക്ക് ചെയ്യുന്ന ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് അതേപോലെ ടെമ്പറേച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റാണ്. ഇത് കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ബ്രെഡിൻ്റെ അതേ ടെക്സ്ചറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നിങ്ങൾക്ക് ഈ ബ്രെഡ് വേണമെങ്കിൽ സാൻഡ്വിച്ചിനും അല്ലാണ്ട് ഇത് വെറുതെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ ബ്രെഡിന് ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പിൻ്റെ കുത്തലൊന്നും വരുന്നില്ല. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസത്തേക്കെല്ലാം നമുക്ക് ഇത് പുറത്തുതന്നെ സൂക്ഷിക്കാം. ഇല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ ഇത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുക. ഇല്ല, നിങ്ങൾക്ക് ഒരാഴ്ച വരെ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങളിത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ഇട്ടിട്ട് ഒരാഴ്ച വരെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടുമ്പം സ്റ്റീം ചെയ്തിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഇതേപോലെ ബ്രെഡ് വേണ്ടെങ്കിൽ ഇതേ ഡോ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബണ്ണ് തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.